ലോകരാഷ്ട്രീയം ഇന്ന് വലിയൊരു വഴിത്തിരിവിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായ അമേരിക്ക പോലും ഇന്ന് ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇന്ത്യയെ പരിഗണിക്കാനായി നിർബന്ധിതമാകുന്നു. മുൻപ് ഇന്ത്യയെ പല വിഷയങ്ങളിലും എതിർത്തിരുന്ന ഡൊണാൾഡ് ട്രംപ് പോലും തന്റെ നിലപാടുകൾ മയപ്പെടുത്തുന്നു. ഇത് വെറുമൊരു രാഷ്ട്രീയ നാടകമല്ല, മറിച്ച് ലോകം പുതിയ ശക്തി കേന്ദ്രങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ഇന്ത്യ, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഒരുമിക്കുമ്പോൾ പഴയ ലോകക്രമം തകർന്നടിയുകയാണ്. അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യം ഇല്ലാതാവുകയാണ്. ഇതിന് പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയം എന്താണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഇത് വെറും നയതന്ത്ര ചർച്ചകളല്ല, നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങളാണ്. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയം പലപ്പോഴും മറ്റു രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് വ്യാപാര രംഗത്ത് ഏറ്റുമുട്ടലുകൾക്ക് കാരണമാണ്. എന്നാൽ ഇപ്പോൾ ഇന്ത്യയോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം മാറി മറിഞ്ഞിരിക്കുന്നു. മുൻപ് ഇന്ത്യക്ക് മേൽ അധിക തീരുവകൾ ഏർപ്പെടുത്തിയ ട്രംപ് ഇപ്പോൾ അതേക്കുറിച്ച് താൽക്കാലിക നടപടികളാണെന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ഒപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഇത് വെറുമൊരു നാടകമല്ല. ട്രംപിന്റെ ഈ നിലപാട് മാറ്റത്തിന് പിന്നിൽ വ്യക്തമായ ഭയവും തന്ത്രപരമായ കണക്ക് കൂട്ടലുകളുമുണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വിഷയത്തെ വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത്. ഈ മനംമാറ്റം അമേരിക്കയും മറ്റ് നാറ്റോ രാജ്യങ്ങളും നേരിടാൻ പോകുന്ന ഒരു വലിയ പ്രതിസന്ധിയുടെ സൂചനയാണെന്ന് അവർ അടിവരയിട്ട് പറയുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈനീസ് സന്ദർശനമാണ് ഈ ആശങ്കകൾക്ക് പ്രധാനപ്പെട്ട കാരണം. ഈ സന്ദർശനം ഇന്ത്യ, റഷ്യ, ചൈന കൂട്ടുകെട്ട് കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന ഭയം അമേരിക്കയ്ക്കുണ്ട്. ഈ സഖ്യം വെറും 3 രാജ്യങ്ങളിൽ ഒതുങ്ങുന്നില്ല. ഇതിന് പിന്തുണയുമായി ബ്രസീൽ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഇറാൻ, ഉത്തര കൊറിയ തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ അണിനിരന്നിട്ടുമുണ്ട്. ഈ പുതിയ ശാക്തിക ചേരിയെ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA പോലും വളരെ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത്. CIA നൽകിയ മുന്നറിയിപ്പുകളിൽ ഒന്ന് ഈ കൂട്ടുകെട്ട് ബ്രിക്സിനെ കൂടുതൽ ശക്തിപ്പെടുത്തും. അതുവഴി ലോക വ്യാപാരത്തിൽ ഡോളറിനുള്ള ആധിപത്യം തകർക്കാനുള്ള നീക്കമായിരിക്കാം എന്നതാണ്. UAE അടക്കമുള്ള പല അറബ് രാജ്യങ്ങളും ഇന്ന് ബ്രിക്സിൽ അംഗങ്ങളാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ സ്വാധീനം കുറയുന്നതും ഇന്ത്യ, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ സാമ്പത്തികമായി പുതിയ പാത വെട്ടിത്തളിക്കുന്നതും അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. ഈ പുതിയ ലോക സാഹചര്യം ട്രംപിന് വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. സ്വന്തം പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് പോലും ട്രംപിന് ശക്തമായ എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഒരു കാലത്ത് അമേരിക്കയുടെ തീരുമാനങ്ങൾ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യം സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് അവഗണിക്കാനോ ചെറുതാക്കി കാണാനോ അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല. ഇതാണ് ട്രംപിനെ പോലെയുള്ള ഒരു ലോക നേതാവിനെ പോലും നിലപാടുകൾ മാറ്റി പറയിക്കാനായി പ്രേരിപ്പിക്കുന്നത്. ട്രംപിന്റെ സമ്മർദ്ദങ്ങൾക്കിടയിൽ ലോകത്തെ ഞെട്ടിച്ചൊരു വാർത്തയും പുറത്തു വന്നു. പതിറ്റാണ്ടുകളായി ലോകത്തെ യാത്രാ വിമാന നിർമ്മാണ രംഗത്ത് അമേരിക്കയും ഫ്രാൻസും അടക്കി ഭരിക്കുന്ന കുത്തകയെ വിറപ്പിക്കുന്ന പ്രഖ്യാപനമാണിത്. റഷ്യയിൽ നടന്ന ഈസ്റ്റേൺ ഇക്കണോമിക് ഫോറത്തിൽ റഷ്യൻ വ്യവസായ വ്യാപാര ഉപമന്ത്രി അലക്സി ഗ്രുസ്തേവ് പ്രഖ്യാപിച്ചത് സിവിൽ വിമാനങ്ങളുടെ നിർമ്മാണത്തിൽ റഷ്യ ഇന്ത്യയുമായി പങ്കാളിത്തത്തിന് ഒരുങ്ങുന്നു എന്നതാണ്. ഇത് ഒരു ചെറിയ നീക്കമല്ല. അടുത്ത തലമുറ വിമാനങ്ങളും എഞ്ചിനുകളും വികസിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കും. സിവിൽ ഏവിയേഷനിൽ കൂടുതൽ ആഴത്തിലുള്ള സഹകരണത്തിനുള്ള വാതിൽ തുറക്കുമെന്നാണ് ഈ നീക്കമെന്ന് ഗ്രുസ്തേവ് വ്യക്തമാക്കി. ഈ പ്രഖ്യാപനം അമേരിക്കൻ കമ്പനികളെയും ഫ്രാൻസിനെയും ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞിട്ടുമുണ്ട്. റഷ്യയുമായി ചേർന്ന് ഇല്യൂഷൻ 100 എന്ന ചരക്ക് വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതികളും ഇന്ത്യക്കുണ്ട്. ഈ നീക്കങ്ങൾ ഒരു പുതിയ ലോകക്രമം സ്ഥാപിക്കാനുള്ള ഇന്ത്യയുടെയും റഷ്യയുടെയും അജണ്ടയുടെ ഭാഗമായിട്ടാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. യാത്രാ വിമാനങ്ങൾ നിർമ്മിക്കാൻ ശേഷിയുള്ള ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് നമ്മുടെ റഷ്യ. ഈ മേഖലയിൽ അമേരിക്കയ്ക്കും ഫ്രാൻസിനും വലിയ തിരിച്ചടിയാണ് ഈ സഹകരണം. ഇന്ത്യയുടെ വലിയ ആവശ്യകതകളും റഷ്യയുടെ സാങ്കേതിക വിദ്യയും ഒരുമിക്കുമ്പോൾ ആർക്കും തടയാനാവാത്തൊരു ശക്തിയായി അത് മാറും. ഇന്ത്യയുടെ താല്പര്യങ്ങളെ മാനിക്കാതെ സ്വന്തം താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കാൻ ശ്രമിച്ച അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ ഈ നീക്കങ്ങൾ ഒരു വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സഹകരണം സിവിൽ ഏവിയേഷൻ രംഗത്ത് മാത്രം ഒതുങ്ങുന്നതുമല്ല, പ്രതിരോധ രംഗത്തും അവർ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഈ സഹകരണങ്ങൾ എത്രത്തോളം പ്രധാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളിലൊന്നായ Su-57 ഇന്ത്യയിൽ സംയുക്തമായി നിർമ്മിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും സജീവമായി പുരോഗമിക്കുകയാണ്. വ്ലാദിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ ഈ കരാർ ഒപ്പിടുമെന്നാണ് സൂചന. അമേരിക്കയുടെ F-35 യുദ്ധവിമാനം നൽകാമെന്ന് ട്രംപ് വാഗ്ദാനം ചെയ്തിട്ടും ഇന്ത്യ അത് തള്ളിക്കളഞ്ഞത് Su-57ലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി മോദിയുടെ വൈറ്റ് ഹൗസ് സന്ദർശന വേളയിൽ ട്രംപ് F-35 വാഗ്ദാനം ചെയ്തപ്പോൾ ഇന്ത്യക്ക് ഈ വിഷയത്തിൽ താല്പര്യമില്ലെന്ന് അറിയിച്ചതായി ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്തിരുന്നു.
ഇന്ത്യ ആഗ്രഹിക്കുന്നത് വെറുമൊരു വാങ്ങൽ വിൽപ്പന ബന്ധമൊന്നുമല്ല, മറിച്ച് സംയുക്ത രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചൊരു പങ്കാളിത്തമാണ്. ഈ നീക്കം അമേരിക്കയെ പൂർണ്ണമായും ഒഴിവാക്കിയുള്ള ഒരു തന്ത്രപരമായ നീക്കമായിട്ടാണ് നാറ്റോ രാജ്യങ്ങൾ വിലയിരുത്തുന്നത്. ഇത് മാത്രമല്ല, ട്രംപിനും അമേരിക്കയ്ക്കും ആശങ്കയുണ്ടാക്കുന്ന മറ്റൊരു പ്രധാന പദ്ധതി കൂടി ഇന്ത്യക്കുണ്ട്. അത് റഷ്യയുടെ ഏറ്റവും ആധുനിക മിസൈൽ പ്രതിരോധ സംവിധാനമായ S-400ന്റെ നവീകരിച്ച പതിപ്പായ S-500ന്റെ സംയുക്ത നിർമ്മാണമാണ്. ഇന്ത്യയിൽ വെച്ച് S-500 നിർമ്മിക്കാനുള്ള ചർച്ചകളും ഇരു രാജ്യങ്ങൾക്കിടയിലും നടക്കുന്നുണ്ട്. ലോകത്തെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നായ S-500 ഇന്ത്യയിൽ നിർമ്മിക്കാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സഹകരണം അത് പ്രതിരോധത്തിലും വ്യോമയാന മേഖലയിലും മാത്രം ഒതുങ്ങുന്നതുമല്ല. റെയിൽവേ എഞ്ചിനീയറിംഗ് പോലെയുള്ള അടിസ്ഥാന സൗകര്യ വികസന മേഖലകളിലും റഷ്യ ഇന്ത്യയുമായി പങ്കാളിത്തം ആഗ്രഹിക്കുന്നുണ്ട്. റെയിൽവേ ട്രാക്കുകൾ നവീകരിക്കുന്നതിലും പുതിയവ നിർമ്മിക്കുന്നതിലും ഡിജിറ്റൽ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിലും സഹകരിക്കാൻ റഷ്യ തയ്യാറാണ്. റഷ്യൻ കമ്പനികൾ ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ എന്ന ആശയത്തിന് വലിയ പിന്തുണയും നൽകാൻ തയ്യാറാണ്. അവർ ഉൽപ്പന്നങ്ങളുടെ പ്രാദേശികവൽക്കരണ പരിപാടികളിൽ പങ്കെടുക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുമുണ്ട്. ഈ നിർദ്ദേശങ്ങളെ നമ്മുടെ ഇന്ത്യ വളരെ ഗൗരവത്തോടെയാണ് പരിഗണിക്കുന്നത്. ലോകത്ത് ഇന്ത്യക്ക് എക്കാലത്തും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു പങ്കാളിയുമാണ് റഷ്യ. ഇത് വെറും നയതന്ത്ര ബന്ധമല്ല, മറിച്ച് ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യമാണ്. 1971 ഇന്ത്യ പാക് യുദ്ധകാലത്ത് പാകിസ്ഥാനെ സഹായിക്കാൻ അമേരിക്കൻ നാവികപ്പടയായ 7ാം കപ്പൽ വ്യൂഹം ബംഗാൾ ഉൾക്കടലിലേക്ക് വന്നപ്പോൾ അവരെ തുരത്തി ഓടിച്ചത് സോവിയറ്റ് യൂണിയന്റെ കപ്പൽപ്പടയായിരുന്നു. സോവിയറ്റ് യൂണിയൻ തകർന്ന് റഷ്യയായി മാറിയപ്പോഴും പഴയ ആ സഹകരണവും അടുപ്പവും ഇരു രാജ്യങ്ങളും ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇന്ത്യയിലും റഷ്യയിലും ഭരണകൂടങ്ങൾ മാറി മാറി വന്നാൽ പോലും ഈ ബന്ധത്തിന് ഒരു മാറ്റവും സംഭവിക്കില്ല. ഇതാണ് പാശ്ചാത്യ ശക്തികളെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാക്കുന്ന ഒരു കാര്യം. അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം പെരുമാറുന്ന രാഷ്ട്രങ്ങളാണ്. എന്നാൽ റഷ്യ ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾ പരിഗണിച്ച് അവർക്കൊപ്പം നിൽക്കുന്നു. ഇന്ത്യയുടെ ഈ വളർച്ച ലോക രാഷ്ട്രീയം ഒരു പുതിയ വഴിക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. സാമ്പത്തിക, സൈനിക, നയതന്ത്ര മേഖലകളിൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തികളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്നു. പഴയ ലോകക്രമം തകർന്നടിഞ്ഞ് പുതിയ ശക്തി കേന്ദ്രങ്ങൾ ഉടലെടുക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം വളരെ നിർണായകമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നയതന്ത്ര നീക്കങ്ങളും റഷ്യയുമായുള്ള പങ്കാളിത്തവും ലോകശക്തികളെ ഇന്നും ആശങ്കയിലാഴ്ത്തുന്നു. ഇത് നമ്മുടെ രാജ്യത്തിന്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിന്റെ നേർചിത്രം കൂടിയാണ്. ഒരു കാലത്ത് വിദേശ രാജ്യങ്ങളിലെ തീരുമാനങ്ങൾക്കനുസരിച്ച് നീങ്ങാൻ നിർബന്ധിതരായിരുന്ന ഒരു രാജ്യം ഇന്ന് സ്വന്തമായ തീരുമാനങ്ങളിലൂടെ ലോകത്തെ തന്നെ വഴിതിരിച്ചുവിടാൻ പ്രാപ്തമായിരിക്കുന്നു. ഇത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നിമിഷമാണ്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.